തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന നടന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അജിത് കുമാർ. അജിത് കുമാറിനെ എല്ലാവരും സ്നേഹത്തോടെ തമിഴ് മാത്രമല്ല മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രികളിലും അദ്ദേഹത്തെ സ്നേഹത്തോടെ തല എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അതിപ്പോ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലെ നടന്മാരായാലും മറ്റുള്ള ഏത് ഇൻഡസ്ട്രിയിലെ നടന്മാരായാലും വളരെയധികം ചുരുക്കപ്പേരിലാണ് എല്ലാവരും പൊതുവെ അറിയപ്പെടാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനായ അജിത് കുമാറിനെ എല്ലാവരും പൊതുവെ സ്നേഹത്തോടെ തല എന്ന് വിളിക്കാറുണ്ട്, കടവുള എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഒരു കാലത്തൊക്കെ അദ്ദേഹം അത് വളരെയധികം ആസ്വദിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആയിരുന്നില്ല. പക്ഷെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കടവുളെ അജിത്തെ എന്നുള്ള വിളി ഇനി മുതൽ വേണ്ട എന്ന് പറയാനുള്ള കാരണം. ഇത് ആദ്യമായല്ല ഒരു ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരു സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന പേരിനെ ഒഴിവാക്കാൻ വേണ്ടി ആരാധകരോട് ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഉലകനായകൻ എന്ന വിളി വേണ്ട എന്ന് കമലഹാസൻ പൊതുവെ ആരാധകരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇനി മുതൽ തന്നെ കടവുളെ എന്നും തല എന്നും വിളിക്കരുത്, ഇനി മുതൽ എന്നെ കെ അജിത്ത് എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ് നടൻ അജിത് കുമാർ ഇതിനോടകം വെളിവാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അദ്ദേഹം ആരാധകരോട് ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമായി തീർന്നത് ഒരു സംഭവമായിരിക്കും. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ശബരിമലയിലേക്ക് കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകർ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ പടമായ വിടാമുയർച്ചയെ കുറിച്ച് ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് കടവുളെ അജിത്ത് എന്ന് ഒരുപാട് തവണ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തളപതി എന്നോ തല എന്നോ അല്ലെങ്കിൽ ഒരുപാട് വിശേഷപ്പെട്ടുള്ള പേരുകളൊന്നും അർഹിക്കുന്നില്ല. ഒരു നല്ല നടൻ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ.